ജോർദാറെ, ഇങ്ങോട്ട് വരൂ. നിനക്കും നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും അനിയനും ചേട്ടനും ചേട്ടത്തിക്കും എല്ലാവർക്കും എന്റെ ഹാപ്പി ഹോളി. നീ വയ്ക്കോ. സണ്ണി, ഇങ്ങോട്ട് വാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. അതെ ഭായ്, എന്തെങ്കിലും മ്യൂസിക് ഉടനെ. കഷ്ടപ്പെട്ടാൽ സിനിമയിൽ കിട്ടും ചാൻസ്. എനിക്കും ഇന്ന് കളിക്കണം ഡാൻസ്. അടികൈ. എന്റെ ഈര. എയ്റോപ്ലെയിനിൽ കയറി ആരാണ് ബർത്ത് ചോദിച്ചത്? മങ്കി, നീ എന്താണ് കാണിച്ചത്? അടികൈ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഓർഗാനിക് കളർ വെച്ച് മാത്രമേ ഹോളി കളിക്കാവൂന്ന്. സംശയമുണ്ടോ? ഞാൻ ബണ്ണിയാണ് സിൽവർ കളർ അടിക്കാൻ നോക്കിയതാ. അതിന്റെ ഇടയ്ക്ക് ഇയാൾ കയറി വന്നാ ഞാൻ എന്താ ചെയ്യാ? നീ ചെയ്തത് വലിയ തെറ്റാണ്. എനിക്ക് നല്ല രസം തോന്നുന്നു. പട്ടി ഓടിച്ചാൽ നമ്മൾ ഓടുക. എന്ത്? ചാണകോ? കളറ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. സോറി. എണ്ണ തേച്ചാൽ ഈ പെയിന്റ് ഇളകും. ഞാൻ പോയി കൊണ്ടുവരാം. ഒന്ന് പതുക്കെ. നമുക്ക് തീ വെച്ച് നോക്കിയാലോ? അതിൽ തീർച്ചയായും പോവും. അത് വെച്ച പെയിന്റ് മാത്രമല്ലടാ, എന്റെ ജീവനും കൂടെ പോവും. പൊയ്ക്കോ. ഗോഡ്, ഇത് ഒരുപാട് വൃത്തികേടായി. വല്ലാതെ നീറ്റിലെടുക്കുന്നു. എത്രയും പെട്ടെന്ന് പോയി ചന്ദനം എടുത്തോണ്ട് വരുന്ന നല്ലതാ. അത് നല്ല കുളിർമ കൊടുക്കും. എന്റെ അമ്മേ, ഞാൻ സെമിനാറിന് പോയില്ലെങ്കിൽ എന്റെ ജോലി തീർച്ചയായും പോക്കാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മൾ നിറം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ നിറം കൂടുതലാക്കിയിരിക്കുക. ചന്ദനം തേച്ചപ്പോ എന്താണ് ഇത്രയ്ക്ക് നീറുന്നത്? കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ചന്ദനത്തിന്റെ പൗഡർ കിട്ടിയില്ല. അതുകൊണ്ട് ചന്ദനം അരച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ടുവന്ന് തേച്ചതാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8000 രൂപയാണ്. ഇന്ന് പിടിച്ചോ. വേറെ 200 രൂപയോ? ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹായമില്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്കറിയില്ലേ? പക്ഷെ കാശിന്റെ ആവശ്യം ഇപ്പൊ കൂടി നിൽക്കുകയാണ് ആശാനെ. എന്നാ ശരി, എല്ലാവർക്കും ഞാൻ കാശ് കൂടുതൽ തന്നേക്കാം. എടാ ജമ്മുലേ, എല്ലാവർക്കും കാശ് കൂടുതൽ കൊടുക്കടാ. ആശാനി, എന്താണ് ജമുരെ? നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം അടിച്ചു മാറ്റി കഴിഞ്ഞു. നാളെ നമ്മൾ പുതിയ സിറ്റിയിലേക്ക് പോകുന്നു. അവിടുന്ന് മാക്സിമം അടിച്ചു മാറ്റുന്നു. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ കാണൂ. ഇതുപോലത്തെ അഭ്യാസം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അഭ്യാസം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കയ്യിലുള്ള കാശെല്ലാം എടുക്കൂ. ചേട്ടാ, അനിയ, അമ്മവ, എടുക്ക്. 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോ പാൻ മസാല കിട്ടും. പക്ഷേ ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ വയറിന്റെ വിശപ്പടക്കും. അപ്പോൾ അവനാണ് കള്ളൻ. വാ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ,
എടാ പോക്കറ്റ് അടിക്കാൻ നോക്കാണോ? ഇത് ഓർഗാനിക് കളറാണ്. ഇതുകൊണ്ട് ഹോളി കളിച്ചാൽ മതി. ഹാനികരമായ കളേഴ്സ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. യെസ് മാഡം. എന്റെ പേരാണ് ബാഡ് മങ്കി. നാളെ ഹോളിയാ. നാളെ ബണ്ണിയുടെ മുഖത്ത് ഞാൻ സിൽവർ കളർ അടിച്ചിരിക്കും. അതടിച്ചാൽ ഹോളി കഴിഞ്ഞാൽ ആ കളർ പോവുകയില്ല. എന്താ ഭായി, ഇന്നെന്തിനാ കളർ അടിച്ചതാ? നാളെയല്ലേ ഹോളി. ഹോളി ആഘോഷിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തതാ. അതെയോ, കൊള്ളാം. എന്നാ വാ, ഞാനിപ്പം തന്നെ ഇടിക്കാൻ പോകുന്ന ഇടിയില് നാളെ നിനക്ക് കളർ അടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ഓ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ എന്ന് പറഞ്ഞതിന് എന്തിനാ വരുന്നത്? നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവന്മാരെ ഒരു കാരണവശാലും വിടരുത്. നല്ലവന് നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓടിക്കോടാ, ജീവമേണ ഓടിക്കോ. അതാ ഇവന്റെ സഖാക്കൾ ഓടുന്നു. പിടിക്കേ, പിടിക്കേ, പിടിക്ക്. പിടിക്കേ, വിടരുത്. അവരെല്ലാം ഓടുന്നു. വേഗം വാ, പിടിക്കാം. ഇവരെ പിടിക്കുന്നത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് വെവ്വേറെയായിട്ടല്ല, ഒന്നിച്ച് നിന്ന് ആക്രമിക്കാം. ഓണം വന്നു, എനിക്കിപ്പോ കഷ്ടകാലം വന്നു. അടികൈ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന്റെ മുഖത്ത് സ്കിൻ കളർ പൂശാം. അപ്പോൾ ഈ സിൽവർ കളർ സ്കിൻ കളറിന്റെ താഴെ ആവുമല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടാ. എനിക്ക് കൺഫേം ആയി. നിന്റെ ഐഡിയ കാരണം ഖന്ന സാറിന്റെ പണി തീരാൻ പോവുകയാണ്. സംശയമുണ്ടോ? എന്താ ഇതൊക്കെ? നിങ്ങളൊക്കെ ഓൾഡ് ഫാഷനാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ലേറ്റസ്റ്റ് ക്രീം ഉണ്ട്. ഇത് വെച്ച് ഇത് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നോക്ക്, മുഖത്ത് നല്ല ഗ്ലോയും കിട്ടും. ഇതെന്താ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു.
സോറി കന്ന സാർ, ഈ ക്രീം 6 മാസം മുമ്പ് തന്നെ എക്സ്പയർ ആയി പോയതാണ്. കന്ന സാറിന്റെ മുഖം പഴയതുപോലെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ലേ? രക്ഷിക്കണേ, എനിക്ക് വല്ലാതെ നീറുന്നേ. എന്നാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എടുക്കാം. വീടിന്റെ ടെറസിൽ ആരെങ്കിലും ആൽമരം നടുവോ? എലിയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഇല്ലം ചുടുവോ? അടികൈ. അയ്യോ, യമനെ, അതല്ലേ, യമനെ, ഒന്ന് പൊക്കടാ. എടാ, പൊക്കാൻ പറഞ്ഞത് എന്നെയാണ്. എന്റെ അമ്മ നടു ഒടിഞ്ഞു. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു സാധുവിനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൻ സാധു ഒന്നുമല്ല, കള്ളനാണ്. നടു ഒടിഞ്ഞു. പിടിക്കാ. എടാ, ഇവിടെ കബഡി മാച്ച് ഒന്നുമല്ല നടക്കുന്നത്. വിടറാ അവനെ. പോലീസുകാർ അവനെ പിടിച്ച് ലോക്കപ്പിനകത്താക്കും. സംശയമുണ്ടോ? കൊള്ളാം, ബാഡ്മിന്റന്റെ മാച്ച് നടക്കുകയാണ്. ആരാ ജയിക്കാൻ പോകുന്നേ? ബണ്ണിയാ. എന്താ ഹണി ഇത്? ബണ്ണിയുടെ അടുത്ത് നിനക്ക് ഒരു പോയിന്റ് പോലും നേടാൻ കഴിയുന്നില്ലേ? കണ്ടോ, വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വരാം. ഇത് നമ്മുടെ പോപ്പട്ടാണ്. റാക്കറ്റ് കൊണ്ട് അടിച്ചടിച്ച് എന്റെ പണി തീർത്തു. സംശയമുണ്ടോ? സോറി, നീ സൈഡിലിരിക്കാൻ നോക്ക്. വല്ലാതെ വേദനിക്കുന്നു. കള്ളം പറയാണ്. ഷട്ടിൽ സാറിന്റെ അടുത്ത് പോലും എത്തിയില്ല. എന്തിനെങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? ഷട്ടിൽ കൊണ്ടുപോലുമില്ല. പിന്നെ എങ്ങനെ എത്ര അധികം വേദനിക്കാ? സാറ് കാരണം ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് മരം നട്. നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്ക്. അടികൈ. പറയേ. കണ്ടം പൂച്ചയെ കണ്ടോടനെ എലി ജീവനും കൊണ്ട് ഓടുകയാണ്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് വല്ലാത്ത പല്ലുവേദനയാണ്. അടികൈ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, വാ തുറക്ക. പല്ലിന്റെ ഇടയിൽ റൊട്ടിയുടെ കഷ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഈ വേദന. വേഗം വായൊന്ന് തുറന്നേ. താങ്ക് യു ഡോക്ടർ. പെയിൻ കുറഞ്ഞോ? എന്ത്? ഫാന്റെ സ്പീഡ് കുറഞ്ഞെന്നോ? എങ്കിൽ ഞാൻ സ്പീഡ് ഉടൻ തന്നെ അയ്യോ, ഫാനല്ല, പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ. അത് ശരി, പെയിൻ കുറഞ്ഞെന്നാണോ പറഞ്ഞത്? അവനെ ചികിത്സിച്ചപ്പോൾ നിന്റെ പെയിൻ എങ്ങനെയാണ് കുറഞ്ഞത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്റെ അല്ല, അയാളുടെ പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ. ഓ, അത് ശരി, നിനക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അല്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മിസ്റ്റർ കന്നയ്ക്കാണ് പെയിന്.
ഗണ്ണോ? ഗണ്ണിനെങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക? ഞാൻ ഗൺസിനെയൊന്നും ചികിത്സിക്കാറില്ലല്ലോ. കന്നയാണ് കന്ന സാറിന് വല്ലാത്ത വേദനയാണ്. ഓ ശരി ശരി, വയറിന് വേദനയാണല്ലേ? അദ്ദേഹത്തിന്റെ വയറിന് വേദനയാണെങ്കിൽ ഗ്യാസ് സ്റ്റേഷനല്ലേ നിങ്ങൾ പോയി കാണേണ്ടത്. ഞാൻ വെറും ഡെന്റിസ്റ്റ് അല്ലേ. വയർ നല്ല വേദന, പല്ലിനാണ് വേദന. ഓ പല്ലിനാണല്ലേ വേദന? അതെ, അതാണ് അങ്ങനെ കൊണ്ടുപോകാൻ വന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ലേ? ആ ശരി ശരി, എനിക്ക് കാര്യം പിടികിട്ടി. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, കാരണം പല്ലുവേദന അത്രയും കൂടുതലായിരിക്കും. ശരി, നീ വാ, നമുക്ക് പോയി നോക്കാം. ആ പിന്നെ താൻ പേയ്മെന്റ് തന്നിട്ട് പോയാ മതി. ഓക്കേ. എന്റെ അമ്മച്ചി, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ. എന്റെ കണ്ണില് പൊന്നീച്ച പറക്കുകയാണേ. വേണ്ട, നിൽക്ക്. ഇത് കുറച്ച് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊന്നിച്ചയുടെ ശല്യമേ ഉണ്ടാവില്ല. എന്റെ അമ്മേ, ഇവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. നല്ല കായിക ശേഷിയുള്ളവരെ പോലീസിലെടുക്കും. ഇവൻ ഇന്ന് എന്റെ പണി തീർക്കും. അടികൈ. എന്റെ കണ്ണ് വല്ലാതെ വേദനിക്കുന്നു. വെള്ളം. രക്ഷപ്പെട്ടു. വേഗം ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റ്. നീ എന്താണ് ഈ കാണിക്കുന്നേ? എടുക്കാൻ പാടില്ലേ? ശരി, ഞാനത് അവിടെ തന്നെ വെച്ചേക്കാം. കഴുതേ, അത് വേഗം എടുക്ക്. നീയല്ല എന്നോട് അവിടെ വെക്കാൻ പറഞ്ഞത്. ഇതാ എടുത്തു കഴിഞ്ഞു. ഇതെന്റേതാണ്. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഏത് പല്ലാണ് വേദന? വലതുവശത്തെ മുകളിലത്തെ പല്ല്. ഓക്കേ, ഇടതുവശത്തെ മുകളിലത്തെ പല്ല്. ഇടത് റൈറ്റ് മുകളിലത്തെ പല്ല്. ഓക്കേ, റൈറ്റ് സൈഡ് മുകളിലത്തെ പല്ല്. വായി തുറക്കേ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്റെ എക്യുപ്മെന്റ്സ് ആണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് പല്ല് പറിച്ചെടുക്കാൻ കഴിയൂ. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ തീർച്ചയായും ഇന്ത്യ ജയിക്കും. ഇതൊന്നും വേണ്ട, എന്റെ പല്ലുവേദന ശരിയായിക്കോളും. അടികൈ. യെസ്, കൊല്ലും. പല്ലുവേദനയുണ്ടെങ്കിൽ ശരീരം മുഴുവനും കൊല്ലുന്നത് പോലെ വേദനയുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ശരിയായിക്കൊള്ളുന്ന സംശയമുണ്ടോ? ശരിയായിക്കൊള്ളുന്നു. പല്ലുവേദന അങ്ങനെ താനെയൊന്നും ശരിയാവുകയില്ല. അദ്ദേഹം വേദന സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പറയുകയാ. പിടിക്ക് ദേഹത്തെ. വേണ്ട, വേണ്ട. കന്ന സാറേ, കൊച്ചുകുട്ടികളെ പോലെ പിടിവാശി പിടിക്കരുത്. കന്ന സാറേ, ഓടുകയാണെങ്കിൽ പുറത്തേക്ക് ഓടിക്കോ. നല്ല ഐഡിയ. എന്തിനങ്ങനെ പറഞ്ഞത്? കണ്ടില്ലേ, കന്ന സാർ ഇപ്പൊ പുറത്തേക്ക് ഓടി. പിടിക്കേ, വേഗം പോയി പിടിക്കേ. വേഗം പുറകെ പോയി പിടിക്കേ. എവിടെ പോയി? എവിടെ പോയി? കാണുന്നില്ലല്ലോ. മാറി നിൽക്ക്. അയാള് നമ്മളെ പറ്റിച്ചു. അയാളെ പിടിക്കേ. യെസ് ഡോക്ടർ. ഇനി എവിടേക്ക് പോകും? എന്നെ പുറത്തേക്ക് എടുക്ക്. പിടിക്കയാളെ. വിടില്ല ഞാൻ. അല്ല, ഈ ഡോക്ടർ എവിടെ പോയത്? വേണ്ട. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് പല്ല് പറിക്കണ്ടേ. ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല. കരയുമ്പോൾ എന്തിനാ കണ്ണുനീര് വരുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടരുന്നത്? അടികൈ.
ഇയാളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നിരിക്കുന്നു. സാധനങ്ങളെല്ലാം ക്ലിനിക്കിൽ കൊടുത്തേക്ക്. മാറ് മാറ്